ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ലോഗ് ആണെങ്കിൽ പറയാം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ലേസൊക്കെ എടുക്കാനായിട്ട് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പാറിൽ കയറി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാരിഫോളിലോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സ്ഥിരം മേടിക്കുന്ന ലേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സൊക്കെ മേടിച്ചു, ബില്ല് ചെയ്തു. നമ്മൾ നേരത്തെ തിരിച്ച് പോവാട്ടോ. നമ്മൾ ബസ്സിലാണ് ഇന്ന് പോകുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആ ഒരു ടവർ കണ്ടോ? ആ ടവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തസ്മിന്ദ പാർക്കിലാണ്. സോ നമ്മൾ ഇന്ന് അവിടെയാണ് പോകുന്നത്. നമ്മൾ ബസ്സിലാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് വന്നു. കുറേ നേരം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ബസ് വന്നു. അങ്ങനെ ബസ് വന്നു, ബസ്സിൽ കയറി. ചെറിയ ബസ്സായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 2 ബസ് മാറി കയറിയിട്ടാണ് തസ്മിന്ദയിൽ എത്താനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റുത്സാവലിയിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടാമത്തെ ബസ്സിനായിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കാണാൻ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇത് അവിടുത്തെ സ്കൂളാണ്. ജോർജിയയിൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്കൂളിൽ നിന്ന് ആണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആൻഡ് ആ സ്റ്റാച്യൂസ് ജോർജിയയിലെ പണ്ടത്തെ ജോർജിയൻ പോയറ്റ്സാണ്, അവരുടെ സ്റ്റാച്യൂസാണത്. ആൻഡ് തൊട്ടപ്പുറത്ത് തന്നെ ജോർജിയൻ പാർലമെൻറ്റും കാണാനായിട്ട് പറ്റും നമുക്ക്. അങ്ങനെ പിന്നെ അവിടെ കാണാൻ തന്നെ നല്ല രസമായിട്ട് ഒരുപാട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിന്നു. അപ്പോഴേക്കും നമ്മുടെ ബസ് വരാനായിട്ടുണ്ട്. ആ കാണുന്ന 364 ഇല്ലേ, അതാട്ടോ നമുക്ക് പോകാനുള്ള ബസ്. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്റ്റോപ്പാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ബസ് വന്നു, നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1/2 hour ട്രാവൽ ഉണ്ട് തസ്മിന്ദയിലോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ലിബർട്ടി സ്ക്വയർ. നമ്മൾ പീസ് ബ്രിഡ്ജിൽ പോകുന്ന വീഡിയോയിലും ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ തസ്മിന്ദയിലോട്ട് ഓൺ ദ വേ ആണ്. ആൻഡ് പോകുന്ന വഴിയൊക്കെ കാണാനും അടിപൊളി നല്ല രസമാട്ടോ. നമ്മൾ ഒരു മലയുടെ മുകളിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇത് കയറി പോകുന്നത് തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മളിതാ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഈ സ്കൈ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരത്തെ വന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അറൗണ്ട് 8 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ ഇപ്പോഴും ആ ഒരു സ്കൈ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു കളർ ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതവിടെ വന്നപ്പോൾ തന്നെ എൻട്രിയിൽ റോളർ കോസ്റ്ററൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഇത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു എന്താ പറയുക ഇത് അറിയാൻ പറ്റുക. അപ്പോൾ കുറേ നേരം നമ്മളവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആട്ടോ കാണാൻ. അങ്ങനെ കുറേ നേരം ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്നു. വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തു. എന്നിട്ട് നമ്മൾ പതിയെ അങ്ങോട്ടേക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് പോവാട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നടന്ന് അപ്പുറത്ത് ചെന്നു. അപ്പോൾ നമുക്ക് ഈ കോയിനൊക്കെ ഇട്ടിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അതവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് നോക്കുകയാണ് ഞങ്ങൾ. ഇതിനെപ്പറ്റി വലിയ ധാരണ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതുപോലെ തന്നെ കുറേ വാട്ടർ റൈഡ്സും പാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞില്ല, കുറേ സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. പിന്നെ ഈ ഒരു ഇതിനകത്തോട്ട് നമ്മൾ കയറി അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വ്യൂ ഒക്കെ ആസ്വദിച്ച ശേഷം നമ്മൾ വീണ്ടും നടന്നു. ഇവിടെ നിന്ന് വരുന്നെങ്കിൽ ശരിക്കും നമ്മൾ രാത്രി തന്നെ വരണം കേട്ടോ, എന്നാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. കാരണം ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആകുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അതുപോലെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാഷ് ഉള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഓരോന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കുട്ടികൾക്കുള്ളതായാലും റൈഡ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആകുമ്പോൾ നമുക്കതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഈ വ്യൂ ആണ് അടിപൊളി. ശരിക്കും നമ്മൾ രാത്രി വരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസണേ ഇതാണ്. അത്രയ്ക്കും അടിപൊളി വ്യൂ ആണിത്. നമുക്ക് ഹോൾ ടിബിലിസി തന്നെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളുമായിട്ട് നമുക്ക് മൊത്തം ഒരു ഡ്രീമി ആയിട്ട് തോന്നും കേട്ടോ. അത്ര അടിപൊളിയാണ്. നമ്മുടെ ടവർ ഇവിടെ ഉണ്ട്. അതുപോലെ ഫുള്ള് എന്താ പറയുക, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലോ. പക്ഷെ നമുക്ക് നേരിട്ട് കാണുന്ന ഭംഗി വീഡിയോയിലില്ല എന്തായാലും. പക്ഷെ കുറച്ചൊക്കെ പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്ത് ഒരു ഫെറിസ് വീലുണ്ട്. അപ്പോൾ അത്രയും അടിപൊളിയാണ്. അതുപോലെ രാത്രി ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ താഴ്ത്തി ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് പോയത് ഇവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആൻഡ് ഇത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഉള്ള വ്യൂ ആണ്. അതും അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.